ഈ പ്രീപോൾ സർവേ ആണെങ്കിലും ബാക്കി എന്തൊരു സർവേ ആണെങ്കിലും ഈ സാധാരണ ഒരു വോട്ടറിന് ഇതുകൊണ്ട് എത്രമാത്രം ക്രെഡിബിൾ ആണത്, എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും? അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം പോൾ സർവേസ് എല്ലാം വളരെ കമേഴ്ഷ്യലൈസ്ഡും വളരെ പൊളിറ്റിസൈസ്ഡുമാണ്. ഇപ്പം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു ടേബിളൊക്കെ കാണിച്ച് ഇത്ര പാർട്ടി ഇന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പേരത് വിശ്വസിക്കും. ആ വിശ്വാസതയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് നടന്ന പ്രീ പോൾ സർവേകളൊന്നും വിലക്കെടുക്കണ്ട. കാരണം അതൊന്നും ഒരു ക്രെഡിബിളായ ഒരു ഓർഗനൈസേഷൻ നടത്തിയ സർവേ അല്ല. അതുകൊണ്ട് തന്നെ ഈ സർവേകളുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടും. ഞങ്ങളൊക്കെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ അക്കാഡമിക് സർവേ ചെയ്ത് കുറച്ച് സമയമെടുത്ത് ബുദ്ധിമുട്ടെടുത്ത് നമുക്ക് ധൃതിയില്ലാതെ അക്കാഡമിക്കായിട്ട് സർവേ ചെയ്ത് ഗ്രന്ഥങ്ങൾ എഴുതാനും ലേഖനങ്ങൾ എഴുതാനും ഒക്കെ ഉപയോഗപ്പെടുത്തിയവരാണ്. അതുപോലെയല്ല ഇപ്പോഴത്തെ മാധ്യമങ്ങൾ. പുതിയ മാധ്യമങ്ങൾ ഒട്ടുമല്ല, ന്യൂ മീഡിയ ഒട്ടുമല്ല. അതുകൊണ്ട് ജഡതയിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് കണക്ക് കാണിച്ചിട്ട് പോവുക, ശതമാന കണക്ക് വരെ പറഞ്ഞു കളയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സർവേകളുടെ വിശ്വാസ്യതയെ കെടുത്തുന്നു. അത് വാസ്തവത്തിൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള അവസ്ഥയിലായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമായിട്ട് വല്ല അക്കാഡമിക് സർവേ ആരെങ്കിലും നടത്താൻ ചെന്നാൽ പോലും ജനങ്ങളത് വിശ്വസിക്കാത്ത അവസ്ഥയിൽ എത്തിപ്പോകും. ഇല്ലെങ്കിൽ അതുപോലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഏജൻസി വരണം. ഞങ്ങൾ എങ്ങനെയാണ് സർവേ ചെയ്തത്, എത്ര വോട്ടേഴ്സിനെ കണ്ടു, സാമ്പിളിംഗ് എങ്ങനെ ചെയ്തു, മെത്തഡോളജി എങ്ങനെയാണ്, ചോദ്യങ്ങളുടെ പ്രസക്തി എന്തൊക്കെയാണ്, അതനുസരിച്ച് നിങ്ങൾ എത്ര ടേബിൾസ് ഉണ്ടാക്കി, പട്ടികകൾ തയ്യാറാക്കി, അത് വെച്ച് നിങ്ങൾ സീറ്റുകൾ വോട്ട് സീറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇതൊന്നും നമ്മുടെ കാണുന്നില്ല. അതുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഡേറ്റ അല്ലാതെ ബാക്കി കാര്യങ്ങളിലൊന്നും വിശ്വാസ്യതയില്ലാത്തത് കൊണ്ടാണ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട